ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഗൈസ്, ദേ ഈ സ്ഥലം കണ്ട, ഇവിടെയും അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി വേറൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയും അത്യാവശ്യം വണ്ടികളുണ്ട്. അതായത് ഇൻഡിക്ക, ട്രാക്ടർ, പിന്നെ അതുപോലെ തന്നെ എയ്സ്, മിനി ബസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് മിക്ക വണ്ടികളും പൊളിക്കാനുള്ള വണ്ടികളാണ്. ഈ ഒരു വാഹനമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം വണ്ടികൾ കിടക്കുന്നുണ്ട്. മിക്ക വണ്ടികളിലെ പാർട്സ് ആയിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ ഉണ്ടോ, ഇതിൻ്റെ പാർട്സ് ഈ പറഞ്ഞ പോലെ ബോഡിക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഇത്തിരി മോശം കേട്ടോ. അതുപോലെ തന്നെ സൈഡും ബാക്കും കാര്യങ്ങളൊന്നും പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതിനകത്ത് ഓൾറെഡി ഒരു സീറ്റൊക്കെ ആരോ അയച്ചുകൊണ്ട് പോയെന്ന് എനിക്ക് തോന്നണുണ്ടോ. സീറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിലത്തെ സീറ്റ് നോക്കി നല്ല സീറ്റാണ് ഗൈസ്. നിങ്ങൾക്കിത് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് എടുത്തുകൊണ്ട് പോവാം. സീറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഇത് AC ഉള്ള വണ്ടിയാണ്. ചിലപ്പോൾ ഇതിൻ്റെ കംപ്രസറും പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ AC സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ACക്കൊക്കെ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് വില എന്നൊക്കെ പറഞ്ഞാൽ 10,000 രൂപ അടുത്ത് വില വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ACക്ക് സെക്കൻഡ് ഹാൻഡ് വില തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. സാധനമൊന്നും പിന്നെ ഇപ്പോൾ കിട്ടാനില്ലല്ലോ ഗൈസ്. പിന്നെ അതേ ഇവിടേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 800 കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിക്ക കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നത് ഇൻഡിഗോ ആണെന്ന് എനിക്ക് തോന്നണം. കാരണം ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഏകദേശം ഒരേപോലെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്ക് മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. സെഡാനാണ് ഇതുപോലെ. ഇത് ഹാച്ച് ബാഗാണ്. ഇത് ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക, പാർട്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. ബോഡി അതായത് എക്സ്റ്റീരിയറൊക്കെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടക്കണതാണ്. ഗ്ലാസ് വൈപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി മോശമാണ്. ബാക്കിലത്തെ കുഴപ്പമില്ല കേട്ടോ. ബാക്കിലത്തെ അത്യാവശ്യം കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് തേങ്ങ കിടപ്പുണ്ട് കേട്ടോ. ഇതൊന്നും തേങ്ങ വണ്ടിയാണത്. അധികം കൂടുതൽ അങ്ങോട്ട് പോണില്ല. ഉള്ളിലേറി ആകെ നാശാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇത്തിരി മോശമുണ്ടോ. ഇതിൻ്റെ പാർട്സ് എടുക്കാൻ പറ്റിയ, അതായത് ഡാഷും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ സൈഡ് കവേഴ്സ്, അതായത് ഡോറിൻ്റെ ഒക്കെ സൈഡ് പാനൽസൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കാനുള്ള സ്കീമുണ്ട് ഗൈസ്. പിന്നെ അതെ ഒരു 800 കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു 800ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് എനിക്ക് തോന്നുന്നു മഴയൊക്കെ കൊണ്ട് ആകെ നാശമായിട്ടാണ് കിടക്കുന്നത്. അതായത് ഫുള്ള് ചെളിയൊക്കെ പിടിച്ച് കിടക്കണം കേട്ടോ. ഇതൊന്ന് കഴുകിയെടുത്തതിന് സെറ്റാവും വണ്ടി, വേറെ ആരും. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയും ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ തീർന്ന് RC ഒക്കെ ക്യാൻസൽ ചെയ്താണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഇതിൻ്റെ പാർട്സും നിങ്ങൾക്ക് അവൈലബിളായിട്ട് കിട്ടും. അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും എന്ത് വെച്ചാലും ഇതിൻ്റെ പാർട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കുറേ നാളായി ഇങ്ങനെ കിടക്കണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഉള്ളിലൊന്നും അധികം കയറിയെന്ന് നോക്കാനുള്ള, അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റില്ല. പിന്നെ നമുക്കിത് ഒരു ബസ് നോക്കാം. അതായത് മിനി ബസ് ഉള്ളവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ പാർട്സൊക്കെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സ് നിങ്ങൾക്ക് ഫുള്ള് കിട്ടും കേട്ടോ. അതായത് ബോഡി പാർട്സ് ആയാലും പിന്നെ അതുപോലെ തന്നെ വീല്, പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സസ് കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തന്നെ വണ്ടി സെറ്റാണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഇത്തിരി പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫ്രണ്ടിലത്തെ ഒരു അവസ്ഥ. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം പാർട്സ് കാര്യങ്ങളൊക്കെ ഗുഡാണ്. വേറെ തട്ടലോ മുട്ടലോ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നിങ്ങൾക്ക് പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ നേരെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്കിതേ ഒരു വണ്ടി ഇവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ചാമ്പ്യൻ. ചാമ്പ്യൻ ഒരു 3 വീലറാണ്. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ. അതാണ് വേറൊരു സംഭവം. ഇതൊക്കെ ആരുടെയും ഇപ്പം ഇല്ലയെന്ന് എനിക്ക് തോന്നണം. പണ്ടൊക്കെ ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പൊന്നു, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ നോക്കിയാലും ആ വണ്ടി. ഇതിൻ്റെ മറ്റേ സ്റ്റീറിങ് ടൈപ്പാണ്. മറ്റേ ബൈക്കിൻ്റെ ഒക്കെ പോലെ ഹാൻഡിലൊന്നും അല്ല കേട്ടോ. സ്റ്റീറിങ് ഉള്ള ടൈപ്പാണ് ഈ ഒരു 3 വീലർ. പിന്നെ ഇവിടെ ഒരു ഫിഗോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫിഗോയുടെ അവസ്ഥയും ഇത്തിരി പരിതാപകരമാണ്. ഫിഗോ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ പാർട്സൊക്കെ മിക്കത് ആൾക്കാർ ഊരിക്കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നണം.
ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഇൻറ്റീരിയർ കണ്ടോ. അത്യാവശ്യം സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഇതാണെന്ന് എനിക്ക് തോന്നണത് ഇല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ മിക്ക പാർട്സും എന്തൊക്കെ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ എന്താ, ബോഡിയൊക്കെ പിന്നെയും കുഴപ്പമില്ല, നല്ലൊരു ബോഡി ക്വാളിറ്റിയാണ്. അപ്പോൾ പാർട്സൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയതാണ്, ബെസ്റ്റാണ്. ബമ്പേഴ്സ് ബാക്കിലത്തെ ഉണ്ട്, ഫ്രണ്ടിലത്തെ പിന്നെ മിക്കതും ആരോ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏസർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ട്രാക്ടർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഏസർ ഉണ്ട്. ഈ ഏസിൻ്റെയൊക്കെ ഫുള്ള് പാർട്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഏസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലൊക്കെ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി നടപടി ആവില്ല എല്ലാവർക്കും. നല്ല ഒരു ബിസിനസ് മുന്നോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് സെക്കൻഡ് ഹാൻഡ് പാർട്സൊക്കെ അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഏസ് രണ്ടെണ്ണം കിടപ്പുണ്ട് കേട്ടോ. അവിടെ 2 ഏസ് കിടപ്പുണ്ട്. ഒരെണ്ണത്തിൻ്റെ വീലൊക്കെ ആരോ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. പിന്നെ വിട്ടുപോയ ഒരു ഫിഗോ കൂടി ഉണ്ട്. അപ്പുറത്തൊരു ഫിഗോ കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഗോ കിടപ്പുണ്ട്. ഇത് വൈറ്റ്, അപ്പുറത്ത് റെഡ്. സൈഡിലത്തെ ഈ ഡോസ് കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടാവും. ഡോസ് ആയാലും പിന്നെ സീറ്റൊന്നുമില്ല, സീറ്റൊക്കെ 2 ബാക്കിലത്തൊക്കെ ഊരിക്കൊണ്ടുപോയി. ഫ്രണ്ടിലത്തെ ഒരു സീറ്റ് ആ ഡ്രൈവർ സീറ്റിൽ മാത്രം ഒരു സീറ്റ് ഇരിക്കുള്ളൂ കേട്ടോ. ബാക്കിലത്തെ ടെയിൽ ലാമ്പ് നല്ല കേട്ടോ. ടെയിൽ ലാമ്പ് വേറെ വിഷയങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നണം. പിന്നെ ബാക്കിലത്തെ ഗ്ലാസ്സസും വലിയ വിഷയങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ ബമ്പേഴ്സും പിന്നെ ബാക്കിലത്തെ ഈ ബോഡി, ഈ ഒരു ഭാഗമൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. ടയേഴ്സൊക്കെ പിന്നെ ഇത്തിരി മോശമാണ്, ടയേഴ്സ് എടുക്കാൻ പറ്റിയ ടൈപ്പല്ല കേട്ടോ. ഒരു ട്രാക്ടർ എടുപ്പുണ്ട്, ഒരെണ്ണമല്ല 2 ട്രാക്ടർ എടുപ്പുണ്ട്. 2ഉം മഹീന്ദ്രയുടെ ട്രാക്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫുള്ള് പാർട്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് ഫുള്ള് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു, ഈ 2 ട്രാക്ടറിൻ്റെ ഫുൾ പാർട്സും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇഷ്ടികളത്തിലും പിന്നെ അതുപോലെ തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പാർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നാം. ട്രാക്ടറൊക്കെ വളരെ ചുരുക്കം സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ 2 കിടപ്പുണ്ട്. അപ്പോൾ പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ ഇത് ഒരു 2 ഏസ് എടുപ്പുണ്ട്. 2 ഏസ് 2 ട്രാക്ടർ. ഏസിൻ്റെയും അത്യാവശ്യം ഗുഡായിട്ടുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്സ്, പിന്നെ വിൻഷീൽഡ്, പിന്നെ അതുപോലെ തന്നെ സൈഡ് ഡോസ്, പിന്നെ ഡോസ് കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ടയേഴ്സൊക്കെ നല്ല ഉണ്ടത്. ഈ ടയർ നല്ല ഗുഡാണ്ടാ, നല്ല കിടലൻ ടയറാണ്. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ടയേഴ്സ് കാര്യങ്ങൾ നോക്കി, ഇതിൻ്റെ ടയേഴ്സ് ഉണ്ടോ. ഈ ഒരു ട്രാക്ടറിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ കൊടുക്കാനുള്ളതാണ് ഫുള്ള് പാർട്സ്. ഇത് എന്താ പറ്റിയതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കണ്ടിട്ട് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് വണ്ടി, പക്ഷേ എന്തോ കംപ്ലയിൻറ്റ്സ് ആയിട്ട് വണ്ടി കൊടുത്തേക്കാന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ പറഞ്ഞാൽ മതി, അതിനകത്ത് ചോദിച്ചാൽ മതി താഴത്ത് കൊടുത്ത നമ്പറിൽ. ഈ ഒരു ഏസുമ്മയും അത്യാവശ്യം നല്ല പാർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയ ഇത്രേ ഉള്ളൂ. പിന്നെ അത് ഇവിടെ ഒരു ഇൻഡിക്ക കിടപ്പുണ്ട്. ഈ ഇൻഡിക്കയുടെ അത്യാവശ്യം ഗുഡായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഓക്കെ, സീറ്റൊക്കെ ആയാലും തിരക്കേടില്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ബോഡി ക്വാളിറ്റി ആയാലും കുഴപ്പമില്ല. ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ ആരോ കൊണ്ടുപോയിട്ടുണ്ടോ. അല്ല, അപ്പോൾ ഈ ഇൻഡിക്കയുടെ പാർട്സ് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഉണ്ട്. അതായത് ബാക്കിലത്തെ ഡോസ് ഒരു കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാന്നുകൊണ്ട് ചിലക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലത്തെ കുറച്ച് ചിലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഇൻഡിക്കയും ഈ ഒരു ഇൻഡിക്കയും നോക്കുകയാണെങ്കിൽ ഇതും വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ പാർട്സെല്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മുകളിൽ ചെറിയ ചിലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡോസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ആളുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ചോദിച്ചാൽ മതി. വാഹനവുമായി ബന്ധപ്പെട്ട, അതായത് പാർട്സ് ആയാലും പിന്നെ അങ്ങനെയുള്ള സംബന്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡു ഫോളോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.